ദിവ്യാങ്കുന്ന് ഫാമിനകത്തു നടന്ന വലിയ തരത്തിലുള്ള മരം കൊള്ള അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കോട്ടോപ്പാടം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. മണ്ഡലം പ്രസിഡന്റ് മനിച്ചിത്തൊടി ഉമ്മർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ DCC സെക്രട്ടറി അഹമ്മദ് അഷ്റഫ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ബീബനാട്, മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത, പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് TK ഇപ്പു തുടങ്ങി കോൺഗ്രസിൻ്റെയും പോഷക സംഘടനകളുടെയും നേതാക്കന്മാരും പ്രവർത്തകരും പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തു. തീവെട്ടി കൊള്ളയാണ് ഈ ഫാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ളത്. ലേലം ചെയ്ത സംഖ്യയുടെ എത്രയോ ഇരട്ടി വില വരുന്ന മരം ഇവിടെ മുറിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മാറ്റി കഴിഞ്ഞു. അതിന് ഫാമിലെ ഉദ്യോഗസ്ഥന്മാരും ഇതിൻ്റെ ബന്ധപ്പെട്ട ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും അടക്കമുള്ള ആളുകളൊക്കെ ഇതിന് കൂട്ടുനിന്നിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഈ മരം കൊണ്ടുപോയവർ മാത്രമല്ല, ഈ ഫാമിലെ ഇതിന് കൂട്ടുനിന്ന ചില ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ എന്ന് പറയാൻ കാരണം, നമ്മുടെ പറമ്പിൽ നിൽക്കുന്ന ഒരു മരം ഒരു വീട് പണിക്ക് വേണ്ടി ഒന്ന് മുറിച്ച് കൊണ്ടുപോകണമെങ്കിൽ അവരുടെ പേരിൽ കേസെടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഇത്ര വലിയ കൊള്ള ഇവിടെ നടന്നിട്ട് അതൊന്നും കണ്ടില്ല എന്ന് പറയുന്നത് ജനം ഒരു കാലത്തും വിശ്വസിക്കില്ല, ഞങ്ങൾ തീരെയും വിശ്വസിക്കില്ല. അതുകൊണ്ട് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ പേരിലും ഈ ഫാമിലെ ഉദ്യോഗസ്ഥന്മാരുടെ പേരിലും പിന്നെ ആരൊക്കെയാണ് ഇതിന്റെ പ്രതികളെങ്കിൽ അവരുടെയൊക്കെ പേരിൽ കർശനമായ നടപടി സ്വീകരിക്കുന്നതോടൊപ്പം എത്ര രൂപയാണ് എന്ന് കണക്കാക്കിക്കൊണ്ട് അത് ആ പ്രതികളിൽ നിന്ന് വസൂലാക്കത്തക്ക രീതിയിലുള്ള ഒരു നടപടിയുമായി മുന്നോട്ട് വരണം. ഞങ്ങളൊരു സമാധാനപരമായിട്ടുള്ള സമരത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. വന്നപ്പോൾ കുറെ പോലീസുകാരൊക്കെ ഇവിടെ ഉണ്ട്. പോലീസുകാർ ഇപ്പോൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഉള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ, കോൺഗ്രസ്സുകാർ എവിടെയാണ് സമരം നടത്തുന്നതെങ്കിൽ അവിടെ വന്ന് ആ ആളുകളുടെ പേര് കേസെടുത്ത് അവരുടെ പേര് 10,000-2,000 രൂപ ഫൈൻ അടപ്പിക്കുന്ന ഒരു ഏർപ്പാട് ഈ പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ കാലത്ത് 7-8 കൊല്ലമായി ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഒരു കാര്യം പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയാം, ഇനി നിങ്ങൾ അങ്ങനെ ഫൈൻ അടക്കാനാണ് തീരുമാനമെങ്കിൽ ആ ഫൈൻ അടക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ള ഞങ്ങൾ കേസ് നടത്താൻ പോകുക. നിങ്ങളും ഒന്ന് കോടതിയിൽ ഹാജരാകുന്ന ഒരു സംവിധാനത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഏതായാലും കുറെ ഫൈന് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാര് നിങ്ങളൊക്കെ ഈ പിണറായി വിജയന്റെ CPM-ന്റെ പ്രതിപക്ഷ കാലം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. എത്ര പ്രതിപക്ഷ സമരത്തിനെതിരായ നിങ്ങളൊക്കെ കേസെടുത്തിട്ടുണ്ട്. കോൺഗ്രസ് സമരം നടത്തുമ്പോൾ CPM ഇവിടെ രാജ്യത്ത് ഭരണത്തിലാവുമ്പോൾ ഒരു സമരം ഇവിടെ പാടില്ല എന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നിലപാട്. അതുകൊണ്ട് നിങ്ങൾ ഏത് കേസെടുത്താലും വേണ്ടില്ല, ഏത് കൊമ്പം പോലീസുകാരുടെ ആയാലും വേണ്ടില്ല, ഞങ്ങൾ നിങ്ങളോടൊക്കെ പറയുന്നു, നിങ്ങൾ കേസെടുത്തോ, നമുക്ക് കോടതിയിൽ വെച്ച് കാണാം. ഏത് സമാധാനപരമായ സമരം നടത്തിയാലും കോൺഗ്രസ് പ്രവർത്തകന്മാർ അതുകൊണ്ട് ഈ സമരം നിർത്തുമെന്നാണോ ഇവിടുത്തെ പോലീസുകാർ വിചാരിച്ചിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. നിർത്താൻ പോകുന്നില്ല. ഇതുപോലെ തെറ്റ് കണ്ടാൽ ആ തെറ്റിനെതിരായിട്ടുള്ള സമര പരിപാടികൾ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ നടത്തും. അതിനിപ്പോ നിങ്ങൾ വന്നാലും വന്നില്ലെങ്കിലും ഞങ്ങൾ ഇവിടെ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകും. ഞങ്ങൾ വേറെ ഇവിടെ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി വന്നതല്ല, അതിനകത്തേക്ക് കയറാനും വന്നതല്ല. നിങ്ങൾ നിങ്ങളുടെ പരിപാടി എന്താ ചെയ്ത് അത് വേറെ കാര്യം. ഏത് സമരത്തിന് വന്നാലും അപ്പൊ ഗവൺമെന്റിന് കാശുണ്ടാക്കുന്ന ഒരു സംവിധാനമായി ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ, നിങ്ങൾ പിണറായി വിജയൻ കമ്പിപ്പാരെടുത്തിട്ട് വൈകുന്നേരം വേറെ ഏർപ്പാടിന് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞു വിടുന്ന, അങ്ങനെയെങ്കിലും ശമ്പളം കൊടുക്കാൻ ഒരു മാർഗമല്ല. ഞാനപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ, മണ്ണാർക്കാട് നിന്ന് വരുമ്പോൾ വഴിയിലൊക്കെ ചെക്കിങ്ങാണ്. വാഹന നിയമമൊക്കെ പാലിക്കണം. ഇത് വാഹന നിയമം പാലിക്കുന്നതിന് വേണ്ടിയുള്ള പോലീസല്ല. ഇത് പിണറായി വിജയന്റെ ഖജനാവിലേക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടി കുറെ പോലീസുകാർ ഇറങ്ങി വൈകുന്നേരം ഈ കൊള്ള സംഘത്തെ പോലെ കുറെ പൈസ ഉണ്ടാക്കുന്ന ഒരു സംവിധാനം ഈ രാജ്യത്ത് നടപ്പാക്കുന്നുണ്ട്. അത് നിങ്ങളൊന്ന് ആലോചിച്ചു, ഇവിടെ ഭരണമൊക്കെ മാറും എന്ന് പറഞ്ഞാൽ വാഹന നിയമം കർശനമായിട്ട് പാലിക്കണം. അതിലൊന്നും ഞങ്ങളാരും എതിരല്ല. ഇത് പിണറായി വിജയന്റെ ഖജനാവിലേക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടി പോലീസിന്റെ യൂണിഫോം ഇട്ടിട്ട് കുറെ ഉദ്യോഗസ്ഥന്മാർ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ടാർഗറ്റ് ഒക്കെ തന്നിട്ടുണ്ടാവും. 1-ാം തീയതി 2-ാം തീയതി ഒക്കെ ആകുമ്പോൾ ഇത്ര കേസ് പിടിച്ചോളണം. അതിന് നാട്ടുകാർ അഞ്ഞത്ത് കയറണ്ട. ഞാൻ പറയുന്നത്, ഇതിൽ നിങ്ങൾ കേസ് എടുക്കണമെങ്കിൽ എടുത്തോ, നമുക്ക് കോടതിയിൽ വെച്ച് കാണാം. ഏതായാലും ഈ സമരം ഞങ്ങളെ ഇവിടെ അവസാനിപ്പിക്കുന്നില്ല. ഇതിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ
വലിയ സമരത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി മുന്നിട്ടിറങ്ങും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ എല്ലാ കുറ്റവാളികളെയും, ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ, പ്രതികളാണെങ്കിൽ പ്രതികൾ, അത് ലേലത്ത് തീർത്ത ആളുകളാണെങ്കിൽ അവർ, മറ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള ആളുകളുടെ പേരിൽ ഇത് കർശനമായി അന്വേഷിച്ച് അവരെയൊക്കെ കുറ്റക്കാരുടെ മുമ്പിൽ, കുറ്റക്കാരാണെങ്കിൽ അവരെ കർശനമായി ശിക്ഷിക്കാനും ഈ മുതൽ വസൂലാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ധർണ ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം.